ഇന്ന് കണ്ട സ്വപ്നം ഇത്തിരി അടങ്ങിയൊരു സ്വപ്നമാണ്. അതിന് മുന്നേ ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഞാൻ. അതും സ്വപ്നമായിരുന്നു, പൂച്ചാക്കൽ വഴി നേപ്പാൾ പോയെന്നും പറഞ്ഞിട്ട്. അത് കണ്ടിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചടാ. ഞാൻ കുറേ പേര് വിളിക്കും, പൂച്ചാക്ക എന്നൊക്കെ വിളി വന്നത് അത് ഏത് വഴിയാടാ, അത് ഏത് വഴി, നീ എന്താ നീ അങ്ങനെ പറഞ്ഞത്, പൂച്ചാക്ക വഴി നീ ഇങ്ങനെ നേപ്പാൾ പോയി, അങ്ങനെ കുറേ ഉണ്ടോ സംഭവം. ഞാൻ അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടൊരു സ്വപ്നമാണെന്ന്. ഇതറിയാതെ കുറേ പേര് വന്നിട്ട് ഇവനെന്ത് പറ്റി, ഇവൻ്റെ കിളി പോയാ, ഇതാണെന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ സീൻ. എന്തായാലും ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ഫുള്ള് വീഡിയോ ഇട്ടത്, അതിൻ്റെ ഒരു ഷോർട്ട് ക്ലിപ്പ് കട്ട് ചെയ്ത് ഇൻസ്റ്റയിലിട്ട്. അതെൻ്റെ തെറ്റ്, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ പുതിയ സ്വപ്നമാണ് സീൻ. ഞാൻ മറ്റേ രാവിലെ തലക്കൈ കൊടുത്തിരിക്കുക, ഇത് എന്തോന്ന് സ്വപ്നം ഇതെന്ന് പറഞ്ഞിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ റൂമുണ്ട്. അപ്പോൾ റൂമിൽ ഞാൻ ഇങ്ങനെ റെസ്റ്റ് ചെയ്തിരിക്കുന്നു. ബാക്കി ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് അവിടെ ഇവിടെയൊക്കെ ഉറങ്ങണ, കുറച്ച് പേര് വേറെ റൂമിൽ അങ്ങനെ ഇങ്ങനെ. അപ്പോൾ മെയിൻ ഹാളിൽ 2 ബാഗുണ്ട്, ഒരു നീല ബാഗും ഉണ്ട്, ഒരു യെല്ലോ ബാഗും ഉണ്ട്. അപ്പം പെട്ടെന്ന് റാൻഡായിട്ട് ഒരു ചെക്കനും പെണ്ണും കയറി വന്നിട്ട് ഈ 2 ബാഗും എടുത്തുകൊണ്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാനിത് കണ്ടിട്ട് നേരെ ഇവരുടെ പുറകെ പോവുകയാണ്. അത് എന്നിട്ട് ഞാൻ വിളിക്കുക, എന്ത് എൻ്റെ റൂമിൽ നിന്നുള്ള ബാഗാണ്, ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെയാണ്, എന്താ പരിപാടി, നിങ്ങൾ ആരാന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവർ പെട്ടെന്ന് തള്ളിയിട്ടിട്ട് ഒരു ബാഗ് ഞാൻ മേടിച്ച് ഒരു ബാഗ് കൊണ്ടുവന്നിട്ട് അവർ പോയി. എന്നിട്ട് ഞാൻ ഈ ബാഗ് കൊണ്ട് തിരിച്ചു വന്ന വഴി ഒരു 4-5 നൈജീരിയക്കാർ ഓപ്പോസിറ്റ് വന്നിട്ട് അവരുടെ ഭാഷയിൽ ചോദിക്കണത് എന്തോ ചോദിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബാഗിനെ കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ബാഗാണ്, റൂമിൽ നിന്ന് ഒരു ചെക്കനും പെണ്ണും വന്ന് എടുത്തിട്ട് പോയാണ്, ഞാനത് തിരിച്ച് മേടിച്ച് റൂമിൽ പോയാണെന്ന് പറഞ്ഞപ്പോഴേക്കും തന്നെ അവരെന്നെ ബോധം കെടുത്തി എന്തോ അടിച്ചിട്ട്. പിന്നെ ഞാൻ കണ്ണുറക്കുമ്പം ഞാൻ എണീറ്റ സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, KGF ലൊക്കേഷനില്ലേ അതുപോലത്തെ ഒരു ലൊക്കേഷനിൽ ഈ സ്ക്വിഡ് ഗെയിമില്ലേ അതുപോലത്തെ ഒരു ഗെയിം നടക്കണം അവിടെ. ഞാൻ ഉറക്കത്തിയതല്ല, ബോധം എണീറ്റ് വരുമ്പോഴേക്കും കാണുക വെച്ചാൽ ഇങ്ങനെ അവിടെ ഒരു വലിയ ഫ്ലോറാണ്, അവിടെ നല്ല കിടിലം മ്യൂസിക് പരിപാടി, അങ്ങനെ ഇങ്ങനെ ഫുൾ പരിപാടി. അപ്പോൾ അന്ന് ഇങ്ങനെ കുറേ ഇപ്പം എന്നെ പോലെയുള്ള കുറേ ആൾക്കാർ ഇവിടുന്ന് നമ്പർ ഒരു ചെസ് നമ്പറൊക്കെ വെച്ച് ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരെ കയറുമ്പോഴേ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിന് ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ അപ്പോൾ കൈയൊക്കെ പോയി കാണിക്കുന്നുണ്ട്. ആർക്കും ഒരു മൈൻഡില്ല, ഇവനെന്തിനാ നമ്മളെ കൈ പോയി കാണിക്കുക, അങ്ങനത്തെ ഒരു മൂഡാണ് അവിടുന്ന് തന്നെ. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം നടക്കുകയാണ് അവിടെ. ഈ ഗെയിമിൻ്റെ പേരെന്ന് വെച്ചാൽ ദ ഗെയിം ഓഫ് മെമ്മറി എന്നാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എൻ്ററായി നേരെ എൻ്റെ ഫ്രണ്ട്സിനെ കുറേ പേരെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് എന്നെ കൊണ്ട് ഇതെന്താ പരിപാടി, ഇതെന്താ സെറ്റപ്പ് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇവന്മാർ മറ്റേ നീ ഏതാ പടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ ആട്ടണം. ഞാനപ്പോൾ ഇവന്മാർക്കൊന്നും ഓർമ്മയില്ല എന്നെ, അങ്ങനത്തെ ഒരു സീൻ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം മ്യൂസിക്, നിങ്ങൾക്ക് നശിക്കാനുള്ള എല്ലാ പരിപാടിയും അതിനകത്തുണ്ടായാൽ എന്ത് വേണോ അതിനകത്ത് കിട്ടും. പക്ഷേ അതിലൊന്നും ആ പ്രലോഭനങ്ങളിലൊന്നും വീണ് പോവാതെ പിടിച്ച് നിൽക്കണം ആൻഡ് മെമ്മറി കാത്തു സൂക്ഷിക്കണം. അതാണ് ആ ഗെയിമിൻ്റെ മെയിൻ ഒരു റോളെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി ആർക്കും ഒരു ഓർമ്മ പോലും, സ്വന്തം പേര് പോലും അറിയുന്നത്, അത് വരാൻ പോണ ടാസ്കിലാണ് ഇത് പേര് പോലും ഓർമ്മയില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇങ്ങനെ എല്ലാവരെയും കണ്ട് ഇവന്മാർക്കൊന്നും എന്നെ അറിയത്തില്ല, പക്ഷേ ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവന്മാരെയൊക്കെ ഹായ് കാണിക്കും, ഇവന്മാരപ്പം ഇവനെന്തിനാ നമ്മളെ ഹായ് കാണിക്കണേ, പാടാന്നൊക്കെ പറഞ്ഞിങ്ങനെ പോവും. അപ്പോഴേക്കും ദെൻ മ്യൂസിക് സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ അവിടെ എഴുതി കാണിക്കും പ്ലെയർ നമ്പർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ നമ്പറൊക്കെ കാണിക്കും, എൻ്റെ ഫോട്ടോ കാണിക്കും. അപ്പം ദെൻ മ്യൂസിക് സ്റ്റോപ്പായി. അപ്പോൾ എല്ലാവരും പാനിക്കായി പെട്ടെന്ന്. മ്യൂസിക് സ്റ്റോപ്പായി ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നേരെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അവിടെ, വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കും. അപ്പം ഞാൻ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ നേരെ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. അപ്പം ബാക്കി ആർക്കും സ്വന്തം പേര് പോലും ഓർമ്മയില്ല. അപ്പോഴെനിക്ക് മനസ്സിലായത് ഓക്കെ ഇവന്മാർക്കൊന്നും സ്വന്തം പേര് പോയിട്ട് സ്വന്തം വീട് പോലും ഓർമ്മയില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇവന്മാർ. സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഫുള്ള് പരിപാടിയല്ല, കിട്ടിയതൊക്കെ വലിച്ചു വാരി അടിച്ച് അതും ഇതൊക്കെ ആയിട്ട് ഒന്നിനും ഓർമ്മ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കണമെന്ന് എനിക്ക് അപ്പം കത്തി. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇതിങ്ങനെയാണ് ഗെയിം, അപ്പോൾ ഇങ്ങനെ കളിച്ചാലേ സെറ്റാവുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കി ഞാൻ അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് ഞാനിപ്പോൾ അവിടെ വോൾട്ടിയർ പോലത്തെ ഒരു പെണ്ണുണ്ട്. അപ്പോൾ ഞാൻ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഈ ഗെയിമിൻ്റെ ഫുള്ള് റൂൾസ് അറിയണം, എങ്ങനെയാണ് സെറ്റപ്പ് അത് എന്നൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ റൂൾസ് അല്ലേ അതൊക്കെ കാണണം, അവിടെ പോയിരുന്നു, ഇപ്പോൾ ഒരാൾ വരും നിനക്ക് റൂളൊക്കെ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ഞാൻ അവിടെ പോയി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേടെ ഒരാൾ വന്ന് വിനായകൻ, കൃഷ്ണ എങ്ങനെയാടാ, ഞാനതാലിങ്ങനെ സ്വപ്നത്തിൽ ഒറ്റടിക്ക് മറ്റേ പ്ലേറ്റ് പറഞ്ഞ് വിനായകൻ വന്നേക്കണ്. വിനായകൻ വന്നിട്ട് എന്താണോ നിനക്ക് റൂൾ അറിയണോ എന്നൊക്കെ ചോദിച്ച് നേരെ
എന്നെ വിളിച്ചൊരു ബൈക്കിൻ്റെ പുറകിൽ കയറ്റി നേരെ പോണേണ്. ആ പോക്കിൽ ഞാൻ എണീറ്റ്. അത്ര ആ സ്വപ്നം ഞാൻ നല്ല വെടിപ്പായിട്ട് കണ്ട്. പക്ഷെ അത് കൊള്ളാനുള്ള ഒരു സീരീസിലുള്ള കഥയുണ്ട് ആ സാധനം. ഞാൻ തന്നെ രാവിലെ മറ്റേ തലക്ക് കൈ കൊടുത്തു. എന്തോന്ന് സ്വപ്നം അത് കണ്ട് കണ്ട്. പക്ഷെ എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു സ്വപ്നം. അങ്ങനെ ഭയങ്കര സീൻ സ്വപ്നമൊക്കെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ കണ്ടൊരു സ്വപ്നം വരുന്ന ആ പൂച്ചാക്കൽ വഴി നേപ്പാൾ പോയത്. അതെന്തായാലും കൊള്ളാം. ഞാൻ നന്നായിട്ട് സ്വപ്നം കാണുന്ന ഒരാളാണ്. ചില സ്വപ്നങ്ങൾ എനിക്ക് മൊത്തം ഓർമ്മയുണ്ടാവും, ചിലതൊന്നും അങ്ങനെ ഓർമ്മ ഉണ്ടാവത്തില്ല. ചിലതൊക്കെ ഒരു പകുതി അറ്റവും തുമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടും. ചിലതൊക്കെ എണീറ്റ് ഉടനെ ഇങ്ങനെ കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് ഇങ്ങനെ കണ്ടത് ചിലപ്പോൾ ഞാൻ അപ്പം തന്നെ എഴുതി നോട്ട് ചെയ്ത് വെക്കും, ഇന്ന് കണ്ട സ്വപ്നം ഇതാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതായിരുന്നു ഒരു ഇടങ്ങേറെ സ്വപ്നം ഞാൻ കണ്ടത്. എന്തായാലും കൊള്ളാം. ഇനി വേറെ സ്വപ്നങ്ങളായിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ.